ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എഫ് എം റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. അപ്പൊ നമ്മൾ ഈ എ എം റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഒരു എഫ് എം റിസീവറിന്റെയും ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാം. ഒരു എഫ് എം റിസീവറിനകത്തുള്ള മെയിൻ ബ്ലോക്സ് എന്ന് പറയുന്നത് ഒരു റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ഉണ്ട്, ഒരു മിക്സർ സ്റ്റേജ് ഉണ്ട്, ഒരു ലോക്കൽ ഓസിലേറ്റർ ഉണ്ട്, ഒരു IF ആംപ്ലിഫയർ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ AME വരാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഒരു ലിമിറ്റർ സർക്യൂട്ട് കാണും, പിന്നെ ഒരു ഡിസ്ക്രിമിനേറ്റർ കാണും, ഒരു ഡി എംഫസിസ് സർക്യൂട്ട് കാണും. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നേരത്തെ AME പഠിച്ച പോലെ തന്നെ ഒരു ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ ഉണ്ട്, ഫൈനലി ലൗഡ് സ്പീക്കർ. ഇത്ര അടങ്ങുന്നതാണ് ഒരു FM റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് ഓരോരോ ബ്ലോക്സ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തത് ഒരു ആന്റിനയിൽ നിന്ന് എങ്ങോട്ടാണ് സിഗ്നൽ പോകുന്നത്? ഒരു റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിലോട്ടാണ് സിഗ്നൽ പോകുന്നത്. അപ്പൊ എന്താണ് ഈ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിന്റെ പർപ്പസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ സെലക്ട് ദ ട്യൂൺഡ് ഫ്രീക്വൻസി ആൻഡ് റിജക്ട് അതർ ഫ്രീക്വൻസി. നമ്മൾ AME പഠിച്ചതുപോലെ തന്നെ ട്യൂൺ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ മാത്രം സെലക്ട് ചെയ്യാനും ബാക്കി എല്ലാ ഫ്രീക്വൻസീസിനെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ആംപ്ലിഫൈസ് ദ ഇൻകമിംഗ് വീക്ക് സിഗ്നൽ. അത് കൂടാതെ സ്വീകരിക്കുന്ന ആ വീക്ക് സിഗ്നലിനെ എന്തും കൂടെ ചെയ്യുന്നുണ്ട്? ആംപ്ലിഫൈ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇറ്റ് പ്രൊവൈഡ്സ് എ മാച്ചിങ് മീഡിയ ടു മാച്ച് ബിറ്റ്വീൻ ആന്റിന ആൻഡ് റിസീവർ സ്റ്റേജ്. ആന്റിനയും റിസീവർ സ്റ്റേജിനെയും തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ചിങ് മീഡിയ ആയിട്ടും ഏത് വർക്ക് ചെയ്യുന്നു? റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നു. നമ്മൾ AME പഠിച്ച സെയിം ഡയലോഗ് ഇവിടെയും വെച്ചാൽ മതി. അന്നേരം റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ട്യൂൺഡ് ഫ്രീക്വൻസി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി. ഇപ്പം എഫ് എം സിഗ്നൽ നിങ്ങൾക്കറിയാം, നമുക്ക് 93.5 FM ആണ് വേണ്ടുന്നതെങ്കിൽ നമ്മൾ അതിനായിരിക്കും ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നേരം ആ ട്യൂൺഡ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ മാത്രം സെലക്ട് ചെയ്യാനും ബാക്കി എല്ലാത്തിനെയും റിജക്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. കൂടാതെ ഇത് ആംപ്ലിഫയറും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ ആ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി, ആ സെലക്ട് ചെയ്ത് വരുന്ന ഫ്രീക്വൻസി സിഗ്നല് വീക്ക് ആയിരിക്കും, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. കൂടാതെ ഇതെന്തായിട്ടും വർക്ക് ചെയ്യുന്നു? ആന്റിനയും റിസീവർ സ്റ്റേജിന്റെയും തമ്മിലുള്ള ഒരു മാച്ചിങ് മീഡിയ ആയിട്ടും വർക്ക് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ മിക്സർ ബ്ലോക്ക് ആണ്. രണ്ടാമത്തെ ബ്ലോക്ക് ഈ മിക്സർ ബ്ലോക്ക് ആണ്. അന്നേരം നമ്മൾ നേരത്തെയും കണ്ടു, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നലിനെ ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലുമായിട്ട് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, മിക്സർ സ്റ്റേജിൽ നടക്കുന്നത്. അന്നേരം മിക്സർ സ്റ്റേജിന് പറയുന്ന വേറെ ഒരു പേരാണ് ഹെട്രോഡൈനിങ്. ഈ മിക്സർ സ്റ്റേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെയെല്ലാം AMന്റെ സൂപ്പർ ഹെട്രോഡൈൻ സ്ട്രക്ചർ, അതേപോലെ FM-ന്റെ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അന്നേരം ഇൻ മിക്സർ സ്റ്റേജ് ഹെട്രോഡൈനിങ് മിക്സിംഗ് ഓഫ് റിസീവ്ഡ് RF സിഗ്നൽ ആൻഡ് ലോക്കൽ ഓസിലേറ്റർ വിൽ ഓക്കർ. അന്നേരം ഈ വരുന്ന RF സിഗ്നലും ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന ഈ ഒരു സിഗ്നലും കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്? ഈ മിക്സറിനകത്ത് നടക്കുന്നത്. നോട്ട് ദാറ്റ് RF മിക്സർ ആൻഡ് ലോക്കൽ ഓസിലേറ്റർ സ്റ്റേജസ് ആർ ഗാങ്ഡ് ഫോർ സൈമിൾട്ടേനിയസ് ട്യൂണിംഗ്. ഇതിനകത്ത് ഈ RF സ്റ്റേജും മിക്സറും അതേപോലെ ലോക്കൽ ഓസിലേറ്ററും ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡിന് പറയുന്ന വേറൊരു പേരാണ് ഗാങ്ഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? സൈമിൾട്ടേനിയസ് ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് ഈ RF ആംപ്ലിഫയറും മിക്സറും ലോക്കൽ ഓസിലേറ്ററും എന്തായിരിക്കും? ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. The output of mixer stage is the difference of frequencies between RF and local oscillator. അന്നേരം മിക്സറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ ഡിഫറൻസ് ആയിരിക്കും? RF ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിയുടെയും അതേപോലെ ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിയുടെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് മിക്സറിന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ആ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. അന്നേരം FM-ന്റെ കേസിലുള്ള ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10.7 മെഗാഹെർട്സ് ആണ്. എത്രയാണ്? FM-ന്റെ കേസിലുള്ള ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10.7 മെഗാഹെർട്സ് ആണ്. AM-ന്റെ കേസിൽ നമ്മൾ കണ്ടു എത്രയാണ്? 455 കിലോഹെർട്സ് ആണ്, മെഗാഹെർട്സ് ആണ്. ഇവിടെ കറക്റ്റ് ചെയ്യണം, 10.5 മെഗാഹെർട്സ്. ജിഗ എന്നാണ് ഇട്ടേക്കുന്നത്, അത് കറക്റ്റ് ചെയ്യും. IF സിഗ്നൽ is amplified by one or more number of amplifiers which raises strength of IF സിഗ്നൽ. അന്നേരം ഈ IF സിഗ്നൽ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ഒരു IF ആംപ്ലിഫയറിലോട്ടാണ് പോകുന്നത്, അല്ലെ? ഒരു ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഈ വരുന്ന IF ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലിനെ എന്ത് ചെയ്യും? സ്ട്രെങ്ത് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും.
ഇനി അടുത്തത് ലിമിറ്റർ സർക്യൂട്ട് ആണ്. ഇതിനകത്ത് വരുന്ന അടുത്ത സർക്യൂട്ട് എന്ന് പറയുന്നത് ലിമിറ്റർ സർക്യൂട്ട് ആണ്. ഈ ലിമിറ്റർ സർക്യൂട്ടിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എഫ് എമ്മിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. എഫ് എമ്മിനകത്ത് എന്താണ് സിഗ്നലിന്റെ ഫ്രീക്വൻസി, കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് മാത്രമേ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് ഫേസും എന്തായിട്ട് നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ എന്തേലും ആംപ്ലിറ്റ്യൂഡിന് എന്തേലും വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, നോയിസ് ഒക്കെ മൂലം ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ സംഭവിക്കാം. ആ വേരിയേഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ലിമിറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അന്നേരം ലിമിറ്റർ റിമൂവ്സ് ഓൾ ദ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഇൻ ദ എഫ് എം സിഗ്നൽ കോസ്ഡ് ബൈ നോയിസ്. നോയിസ് മൂലം ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, ഈ ലിമിറ്റർ സർക്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ബ്ലോക്കാണ് ഡിസ്ക്രിമിനേറ്റർ. എന്താണ് ഡിസ്ക്രിമിനേറ്റർ ആണ് അടുത്ത ബ്ലോക്ക്. അന്നേരം ഡിസ്ക്രിമിനേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് റിക്കവേഴ്സ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രം ഐ എഫ് സിഗ്നൽ. ഐ എഫ് സിഗ്നലിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മെസ്സേജ് സിഗ്നൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസ്ക്രിമിനേറ്റർ യൂസ് ചെയ്യുന്നത്. അന്നേരം ഇറ്റ് കൺവേർട്സ് ഫ്രീക്വൻസി വേരിയേഷൻ ഇൻറ്റു കറസ്പോണ്ടിങ് വോൾട്ടേജ് വേരിയേഷൻ. അന്നേരം ഇത് എഫ് എമ്മിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഫ്രീക്വൻസിക്കാണ്, കരിയറിന്റെ ഫ്രീക്വൻസിക്കാണ് വേരിയേഷൻ സംഭവിക്കുന്നത്. അന്നേരം ആ ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ എന്തിന് ആനുപാതികമാണ്, നമ്മുടെ മെസ്സേജ് സിഗ്നലിന് ആനുപാതികമാണ്. അന്നേരം ഈ ഫ്രീക്വൻസി വേരിയേഷന് തിരിച്ച് എന്താക്കി കൺവെർട്ട് ചെയ്യുന്നു, വോൾട്ടേജ് വേരിയേഷൻ ആക്കി കൺവെർട്ട് ചെയ്യുന്നു. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അങ്ങനെ നമ്മുടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത നെറ്റ്വർക്ക് ആണ്, അടുത്ത ഒരു സർക്യൂട്ട് ആണ്, അടുത്ത ഇതിന്റെ ഒരു ബ്ലോക്ക് ആണ് ഡി എംഫസിസ് സർക്യൂട്ട്. എന്താണ് ഡി എംഫസിസ് സർക്യൂട്ട്? അന്നേരം ഡി എംഫസിസ് നെറ്റ്വർക്ക് റെഡ്യൂസസ് ദ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ദാറ്റ് ആർ ബൂസ്റ്റഡ് ഇൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് ബ്രിങ്സ് ദം ബാക്ക് ടു ദെയർ ഒറിജിനൽ ലെവൽ. അന്നേരം നമ്മുടെ ട്രാൻസ്മിറ്ററിൽ ഇപ്പം ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആണെങ്കിൽ അത് കൂടുതലായിട്ട് കയറി, അങ്ങനെയുള്ള സിഗ്നലൊക്കെ കയറി കൂടുതലായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യും. അതിനെ തിരിച്ച് ഒറിജിനൽ ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഡി എംഫസിസ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ ആണ്. ഇത് നമുക്കറിയാവുന്നതാണ്. ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിനെ എന്താണ് എഫ് എം ഡിറ്റക്ടർ എന്താ എന്ത് ചെയ്തെടുക്കും, തിരിച്ച് കൺവെർട്ട് ചെയ്ത് മെസ്സേജ് സിഗ്നൽ ആക്കി എടുക്കും. ആ മെസ്സേജ് സിഗ്നലിന് ആവശ്യമായിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഡ്രൈവർ സർക്യൂട്ട് ആയിട്ടുള്ള ഏതാണ്, നമ്മുടെ ലൗഡ് സ്പീക്കറിനെ എന്താണ് ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പവർ ഡെലിവറി ചെയ്യുക. ആ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ഫൈനലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത നമ്മുടെ മെസ്സേജ് സിഗ്നൽ നമുക്ക് ഇവിടെ കിട്ടും, ലൗഡ് സ്പീക്കറിൽ കിട്ടും. സോ ഇത്രയേ ഉള്ളൂ ഒരു എഫ് എം റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. എല്ലാവർക്കും ഈ ഒരു ലെക്ചർ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. സി.